നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് മട്ടന്നൂർ. ചെണ്ട എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ശങ്കരൻകുട്ടി മാരാറയാണ്. ക്ഷേത്രങ്ങളുടെ ഭക്തിനാഥം മുടങ്ങുന്ന പട്ടണമാണ് മട്ടന്നൂർ. ആകാശത്തേക്ക് പറക്കുന്ന സ്വപ്നങ്ങൾക്ക് ചിറകാകുന്ന കണ്ണൂർ എയർപോർട്ട്. വർഷങ്ങൾ ഓർമ്മ പങ്കിടുന്ന ചരിത്രത്തിൻ്റെ തെളിവായി മാജിക് ഫ്രെയിം സഹീന തിയേറ്റർ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ ടവർ എന്നൊരു ടവർ ഉണ്ട് കേട്ടോ. ആ ടവറിൻ്റെ അടുത്തായിട്ട് ഒരു തിയേറ്റർ കാണാം. സഹീന തിയേറ്റർ എന്നാണ് തിയേറ്ററിൻ്റെ പേര്. അപ്പോൾ ആ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്ക് നമ്മളൊന്ന് പോകുന്നത്. KL ടെലറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2023 കേട്ടോ മാജിക് ഫ്രെയിം ഏറ്റെടുക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ മാജിക് ഫ്രെയിം സഹീന എന്ന പേരിലാണ് ഇപ്പം തിയേറ്റർ അറിയപ്പെടുന്നത്. മൊത്തം ACP വർക്കിലാണ് തിയേറ്റർ വരുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് മാജിക് ഫ്രെയിം സഹീന എന്നുള്ളൊരു ലോഗോ കാണാം. തൊട്ട് താഴെയായിട്ട് ഡോൾബി അറ്റ്മോസ് കാണാം. സഹീന സിനിമാസ് ബോക്സ് ഓഫീസ് എന്നുള്ളൊരു ബോക്സ് ഓഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തൂണൊക്കെ കാണാം കേട്ടോ. ഓൺലൈൻ പാണെന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ആണ്. അപ്പോൾ നമ്മൾ ബോക്സ് ഓഫീസിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എത്തിപ്പെടുന്ന ഒരു കഫ്റ്റീരിയയുടെ ഉള്ളിലാണ്. OD1ഉം OD2ഉം അവിടെ തന്നെയാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു പ്രത്യേക ഡിസൈനിലാണ് കഫ്റ്റീരിയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ കഫ്റ്റീരിയയുടെ ഉള്ളിൽ 4 മൂലയ്ക്കും സോഫകൾ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ പാകത്തിന്. വളരെ സിമ്പിളായിട്ട് കഫ്റ്റീരിയ കാണാം. അവിടെ കപ്പ് ചിപ്സും സ്നാക്സുകളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ കഫ്റ്റീരിയയുടെ അപ്പുറ ഭാഗത്തോ ഇപ്പുറ ഭാഗത്തോ ആണ് OD1ഉം OD2ഉം വരുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു ലോബിയാണ് അവിടെ ഇരിക്കാൻ പാകത്തിന്. അപ്പോൾ ഇതാണ് OD1 വരുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന സമയത്ത് OD1ൽ നിൽക്കുമ്പോൾ നമുക്ക് മാജിക് ഫ്രെയിമിന്റെ തനത് കളർ കോമ്പിനേഷനിൽ വരുന്ന റെഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് നമുക്ക് വരുന്നത് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ മനോഹരമായ ഒരു ഓഡിറ്റോറിയമാണ് OD1ൽ വരുന്നത്. നമുക്ക് മൊത്തം വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഓഡിറ്റോറിയം 1ൽ നമുക്ക് 216 സീറ്റുകളാണ് കേട്ടോ മൊത്തം വരുന്നത്. 130 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് അടിപൊളി ഒരു പുഷ് ബാക്ക് സീറ്റാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് സിനിമ കാണാൻ പാകത്തിന് നല്ലൊരു സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള പുഷ് ബാക്ക് സീറ്റാണ്. നല്ല ഇതാട്ടോ, നല്ല ടൈപ്പ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹെഡ് വെക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. മാജിക് ഫ്രെയിം സഹീന എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ തിയേറ്ററിലും കാണുന്ന പോലെ തന്നെ എല്ലാ സീറ്റിലും കാണുന്ന പോലെ തന്നെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൈ വെക്കുന്ന സ്ഥലത്ത് ചെറിയ നല്ല സ്പോഞ്ചൊക്കെ അടിപൊളിയായിട്ടൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായ രീതിയിൽ തന്നെ സിമ്പിൾ കോമ്പിനേഷനിലാണ് ഈ കളർ കോമ്പിനേഷനാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ OD1 ഉണ്ടല്ലോ, നമുക്ക് പ്രൊജക്ഷനിലേക്ക് പോകുന്ന സമയത്ത് പ്രൊജക്ഷൻ 2K പ്രൊജക്ഷനാണ് വരുന്നത്. നമുക്ക് സ്ക്രീനിലേക്ക് നോക്കിയൊക്കെ സിൽവർ സ്ക്രീനാണ് വരുന്നത്. ഈ ഓഡിറ്റോറിയത്തിന് കണക്കാവുന്ന രീതിയിലൊരു സിൽവർ സ്ക്രീനാണ്. ഏകദേശം 40 അടിയോളം വലിപ്പമുണ്ട് കേട്ടോ ഈ സിൽവർ സ്ക്രീനിന്. അപ്പോൾ ഈ OD1ലെ ശബ്ദ സംവിധാനത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ശബ്ദ സംവിധാനം ഡോൾബി അറ്റ്മോസ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ ക്ലിപ്സിൻ്റെ സ്പീക്കറാണ് കേട്ടോ. 28ഓളം സ്പീക്കറുകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത്. അതിനെ ഈ 2 ഭാഗങ്ങളായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 സബ് വൂഫറും വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സൗണ്ട് എഫക്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത് OD1ൽ. അപ്പോൾ ഈ OD1ത്തെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ബ്ലാക്ക് ഇൻറ്റീരിയലാണ് മൊത്തത്തിൽ കാണുന്നത്. ബ്ലാക്ക് കോമ്പിനേഷനാണ് വരുന്നത്. ഈ സീലിങ്ങിലൊക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ മനോഹരമാക്കാൻ വേണ്ടി മോടി കൂട്ടാൻ വേണ്ടി ഒരു വൈറ്റ് സ്പോട്ട് ലൈറ്റ് LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സീലിങ്ങിലേക്കും മൊത്തത്തിൽ ഈ ഒരു വാളിലേക്കും സീലിംഗ് കഴിഞ്ഞ വാളിലേക്കും നമുക്ക് ബ്ലാക്ക് ഷെയ്ഡുള്ള പിന്നെ ഇൻറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് റെഡ് കാർപ്പറ്റുകൾ പോലത്തെ സാധനമാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് കളറിലെ LED ബൾബുകളും LED സ്ട്രിപ്പ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്.
അതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ സീറ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ സീറ്റിലേക്ക് വരുന്ന സമയത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് ഈ ഓഡിറ്റോറിയത്തിന് ശരിക്കും ഭംഗി കൂട്ടുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടാട്ടോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിനെ നല്ല മനോഹരമായി തീർക്കാൻ വേണ്ടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ 3 വഴികൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം സീറ്റിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടും 2 വഴികളും പിന്നെ നടുക്ക് ഈ ഒരു വഴിയും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പിലൊക്കെ പിന്നെ റെഡ് കളറുള്ള LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ സ്പോട്ട് ലൈറ്റ് LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു കളർഫുൾ ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ഈ ഓഡിറ്റോറിയം കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ സഹീന തിയേറ്ററിൻ്റെ ഓപ്പറേറ്റർ ഉണ്ട്. കുറച്ച് നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് വരുന്നത്? എൻ്റെ പേര് ശിവ. ശിവ. ഓക്കെ. എവിടെയാണ് വീട്? എവിടെയാണ്? എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം. തിരുവനന്തപുരമാണല്ലേ. ഓക്കെ. നമുക്ക് OD 1 പ്രൊജക്ഷൻ ഏതാണ് വരുന്നത്? OD 1 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റിയുടെ CP2215 2K പ്രൊജക്ഷൻ. അതുപോലെ തന്നെ ആംപ്ലിഫയർ ആണെങ്കിൽ സൗണ്ട് പ്രോസസ്സർ വരുന്നത് ഡോൾബിയുടെ CP850 ഇതായിട്ടുള്ളത്. പിന്നെ QNCയുടെ ആംപ്ലിഫയർ ഇൻസ്റ്റാൾ അത് ലാമ്പാണോ അല്ലെങ്കിൽ ലാമ്പ് ഏകദേശം എത്ര മണിക്കൂർ കൊണ്ടൊക്കെ മാറ്റാറുണ്ട്? ലാമ്പ് ഇപ്പോൾ ഓരോന്നും ഓരോ മോഡലാണ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ലാമ്പിന് 1200 വരെ യൂസ് ചെയ്യാനുള്ള പവറുണ്ട്. അത് കഴിഞ്ഞ് അതിന് മുന്നേ ആയിട്ട് ചേഞ്ച് ചെയ്യും. അതിപ്പോൾ നമുക്ക് സിനിമ സപ്ലൈ ചെയ്യുന്നത് ആരാ? UFO ആണോ UFO ആണ്. UFOയുടെ ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കളിക്കുന്ന സിനിമ അത് ഇപ്പോൾ കൂലിയ കളിച്ചോണ്ടിരിക്കുന്നത്. ലെവലിൽ കൂലി കളിക്കുന്നുണ്ട്. പിന്നെ സുമതി വളവുണ്ട്. 2 സിനിമയുള്ളത്. ഓണത്തിന് റിലീസ് പ്രതീക്ഷിക്കാം. വലിയ മോഹൻലാലിന്റെ സിനിമ ഹൃദയപൂർവ്വം. അതുപോലെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ JBLന്റെ 2000 പ്രോസസ്സർ, സൗണ്ട് ചാനൽ 7.1, OD 2 ഡോൾബി 7.1, ക്ലിപ്സിന്റെ സ്പീക്കേഴ്സ്. അതെ, രണ്ടിലും ക്ലിപ്ഷാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ അധിക സ്ഥലങ്ങളിലും ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഈ സ്പീക്കർ. കുറച്ച് അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ല സ്പീക്കേഴ്സ് ആണ്. അതെ, നല്ല സ്പീക്കേഴ്സ് ആണ്. നല്ല ക്വാളിറ്റി. മറ്റുള്ള സ്പീക്കറിനെ അപേക്ഷിച്ച് ക്ലിപ്സിന് നല്ല ക്വാളിറ്റി. അപ്പോൾ OD 2 എത്തുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഈ സീറ്റിലേക്ക് നോക്കി നോക്ക്. 143 സീറ്റുകളാണ് മൊത്തത്തിൽ ഇവിടെ വരുന്നത്. ആ സീറ്റിൻ്റെ കളർ കോമ്പിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. ഈ ബ്ലാക്കിൽ നമുക്കിവിടെ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. മാജിക് ഫ്രെയിം സഹീന എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിൽ വരുന്നൊരു പ്രത്യേക കളർ കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷനാണ് വരുന്നത്. X എന്നൊരു മോഡലില് അത് പ്രത്യേക രീതിയിൽ തന്നെയാണ് കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ പിങ്ക് LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് 10ഓളം ക്ലിപ്സിന്റെ സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 7.1 ഡോൾബിയാണ് ശബ്ദ സംവിധാനം വരുന്നത്. അപ്പോൾ ഈ ഓഡിറ്റോറിയം 2 വരുന്ന സമയത്ത് ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷനാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വൈറ്റ് ഫ്ലാറ്റ് സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം മാജിക് ഫ്രെയിം സഹീന തിയേറ്ററിൻ്റെ സ്ക്രീൻ 1ൻ്റെയും സ്ക്രീൻ 2ൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വീഡിയോ ഒക്കെ അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കേൾക്കോ ഡയറക്ട്സിൻ്റെ പുതിയൊരു തിയേറ്റർ വിശേഷമായി അടുത്ത തവണ കാണാം.